പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവിന്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2020 ഒക്ടോബർ മാസം 29 ആമേൻ വ്യാഴാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ, സർവശക്തനായ ദൈവത്തിന് മഹത്വം പാടുവാൻ നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന നല്ല അവസരങ്ങൾക്കായിട്ട് നമ്മുടെ കരങ്ങളൊക്കെ ഉയർത്തി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചു. കഴിഞ്ഞ രാത്രിയിൽ നമുക്ക് നല്ല ഉറക്കം തന്നു. കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് ഈ പ്രഭാതത്തിൽ സന്തോഷത്തോടെ ഉണരുവാൻ, ആരോഗ്യത്തോടെ ഉണരുവാൻ, സ്വസ്ഥതയോടെ ഉണർന്ന് കർത്താവിനെ മഹത്വം കരയേറ്റുവാൻ കർത്താവ് തന്ന അവസരത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഒരിക്കലൂടെ പറഞ്ഞാണ്ട്, യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. ഒന്നുകൂടെ, യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. പ്രിയപ്പെട്ടവരെ, സ്തുതിക്കാൻ പറ്റുന്നിടത്തോളം കർത്താവിനെ സ്തുതിക്കണം. സന്തോഷത്തോടെ സ്തോത്രം പറയണം. കാരണം കർത്താവിന്റെ ദയ നമ്മൾ ഈ പകൽക്കാലം ഉണർന്നത്, നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുന്നത്, നമ്മൾ സമാധാനത്തോടെ ഇരിക്കുന്നത്, ഇതെല്ലാം ദൈവത്തിന്റെ കൃപയാണ്. ആ ഒരു ബോധ്യം നമുക്ക് വരുമ്പോൾ നമുക്ക് സ്തോത്രം പറയുവാൻ കഴിയും. അതുകൊണ്ട് തന്നതെല്ലാം ദൈവത്തിന്റെ ദാനമാണെന്നുള്ള ബോധ്യത്തിൽ കർത്താവിനെ ഈ പ്രഭാതത്തിൽ സ്തോത്രം ചെയ്താട്ട് സങ്കീർത്തനക്കാരൻ 86 സങ്കീർത്തനത്തിൽ പറയുന്നു, യഹോവേ ചെവി ചായ്ക്കണമേ, എനിക്ക് ഉത്തരമരുളണമേ, ഞാൻ എളിയവനും ദരിദ്രനുമാകുന്നു. 8 ഭാഗം പറഞ്ഞത്, കർത്താവേ ദേവന്മാരിൽ അങ്ങയ്ക്ക് തുല്യനായവനില്ല, അങ്ങയുടെ പ്രവൃത്തികൾക്ക് തുല്യമായ ഒരു പ്രവൃത്തിയും ഇല്ല. ഉറക്കെ പറഞ്ഞാട്ടെ, കർത്താവേ ദേവന്മാരിൽ അങ്ങയ്ക്ക് തുല്യനായവനില്ല, അങ്ങയുടെ പ്രവൃത്തികൾക്ക് തുല്യമായ ഒരു പ്രവൃത്തിയുമില്ല. 10 ഭാഗം പറഞ്ഞു, അങ്ങ് വലിയവനും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനുമല്ലോ, അങ്ങ് മാത്രം ദൈവമാകുന്നു. കരമുയർത്തിയിട്ട് പറ, അങ്ങ് വലിയവനും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനുമാകുന്നു. ഒന്നുകൂടെ പറഞ്ഞ്, അങ്ങ് വലിയവനും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനുമാകുന്നു, അങ്ങ് മാത്രം ദൈവമാകുന്നു. സ്തോത്രം. ആമേൻ. ഇനി അതിന്റെ 12 ഭാഗം, എന്റെ ദൈവമേ, എന്റെ ദൈവമായ കർത്താവേ, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയെ സ്തുതിക്കും, അങ്ങയുടെ നാമത്തെ എന്നേക്കും മഹത്വപ്പെടുത്തും. എന്നോടുള്ള ദയ വലിയതല്ലോ, ആമേൻ. എന്റെ പ്രാണനെ അധമ പാതാളത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. ആമേൻ. എന്നോടുള്ള ദയ വലിയതല്ലോ. ഒരു പ്രാവശ്യം കൂടെ പറ, എന്നോടുള്ള അങ്ങയുടെ ദയ വലിയതല്ലോ. അതിനായിട്ട് സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നല്ല സങ്കീർത്തനത്തിലൂടെ കർത്താവിന്റെ ആത്മാവ് രാവിലെ നമ്മളോട് ഇടപെട്ടതിനായിട്ട് സ്തോത്രം ചെയ്യാം. എല്ലാവരും കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആരും കണ്ണു തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കല്ലേ. പ്രാർത്ഥിക്കാൻ എല്ലാവരും ഒരുമനപ്പെടണം. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഏകാഗ്രപ്പെട്ട് പ്രാർത്ഥിക്കണം. കണ്ണടയ്ക്കാൻ പറ്റത്തില്ല, പക്ഷെ ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കണം, മറ്റു ചിന്തകളൊന്നും ഇല്ലാതെ. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം. രാത്രി ഞങ്ങൾക്ക് തന്ന നല്ല ഉറക്കത്തിനായിട്ട് സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഞങ്ങളെ ഉണർത്തിയതിനായിട്ട് സ്തോത്രം. ഈ പകൽക്കാലം ഞങ്ങളെ അത്ഭുതകരമായി പരിപാലിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. അപ്പാ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അവൻ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ ജോലിയും ബിസിനസ്സും അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരായിരിക്കുന്ന ദേശത്ത് ഇവർ അത്ഭുതമായി മാറട്ടെ. ഇവരായിരിക്കുന്ന ദേശത്ത് ഇവർ ഉയർച്ച പ്രാപിക്കട്ടെ. ഇവരുടെ മധുരമായി മാറട്ടെ. എവിടൊക്കെ കയ്പ് അനുഭവപ്പെട്ടോ, എവിടൊക്കെ ജീവിതത്തിൽ തിക്ത അനുഭവങ്ങൾ, തിന്മ അനുഭവിച്ചോ, അവിടൊക്കെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇവർ നന്മ അനുഭവിക്കുന്നവരായി മാറട്ടെ. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ഇവരെ മുദ്രവെക്കുന്നു. രോഗികളായവർ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് ഹല്ലേലൂയ സ്തോത്രം കർത്താവേ, അവൻ മാറാരോഗങ്ങളാൽ, തീരാരോഗങ്ങളാൽ കഴിയുന്നവർ ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം പ്രാപിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യും. ആമേൻ 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 ആമേൻ. പ്രത്യേകിച്ച് കർത്താവേ, ഹല്ലേലൂയ, ക്യാൻസറിനാൽ ഭാരപ്പെടുന്നവർ ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ രോഗത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് യേശുവിൻ നാമത്തിൽ എഴുന്നേൽക്കട്ടെ. ആമേൻ. കിടക്കയിൽ കിടക്കുന്ന പക്ഷവാത രോഗികൾ, ആമേൻ, തളർവാദം പിടിച്ച് കിടക്കയിൽ കിടക്കുന്നവർ ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കട്ടെ. ആമേൻ. അത്ഭുതകരമായ സൗഖ്യം യേശുവിന്റെ നാമത്തിൽ തന്റെ കുഞ്ഞുങ്ങളുടെ മേൽ വെളിപ്പെട്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം. പൂർണ്ണ ആരോഗ്യവും സ്വസ്ഥതയും സൗഖ്യവും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൊറോണയാൽ ഭാരപ്പെടുന്നവരെ അതിനകത്തുനിന്ന് ദൈവം വിടുവിക്കണമേ. വേഗത്തിൽ അവരെ പുറത്തു കൊണ്ടുവരണമേ. കർത്താവേ, അങ്ങയുടെ ജനത്തെ അങ്ങ് സംരക്ഷിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ സാമ്പത്തിക പ്രതിസന്ധി, ജോലിയിൽ വിഷയങ്ങൾ, ആമേൻ, ബിസിനസ്സിൽ വിഷയങ്ങളെല്ലാം നേരിടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്ന് പകൽക്കാലം അവരെയും കർത്താവ് വിടുവിക്കണമേ. ജയം കൊടുക്കുന്ന കർത്താവ് അങ്ങാകിയാൽ സ്തോത്രം. ജയത്തിന് കുതിരവർത്ഥമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേ കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് ജയം തരുന്നു. അത് ഏത് സാഹചര്യത്തിലാണെങ്കിലും ജയം തരുന്നവൻ അങ്ങാകയാൽ സ്തോത്രം.
അതുപോലെ കർത്താവെ ഈ പ്രഭാതത്തിൽ വിവാഹപ്രായമായിട്ട് വിവാഹം നടക്കാതിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആമേൻ. യേശുവിന്റെ നാമത്തിൽ അവരുടെ വിവാഹം തക്ക സമയത്ത് നടക്കട്ടെ. കർത്താവിന്റെ കരം ഇന്ന് പകൽക്കാലം ആ വിഷയത്തിൽ ചലിക്കുന്നതിനായിട്ട് സ്തോത്രം. ആമേൻ. ഇന്ന് ചിലത് തേടി വരുവാൻ ഞങ്ങൾ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. റബേക്കയെ തേടി ഏലിയാസർ ആ ഭവനത്തിലേക്ക് ചെന്നതുപോലെ ഇന്ന് തന്റെ കുഞ്ഞുങ്ങളുടെ വിവാഹാലോചനകളുമായി ചിലർ അവരെ തേടി വരുന്നതിനായി സ്തോത്രം. അതുപോലെ കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. വിവാഹിതരായി കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തലമുറ ഉണ്ടാകട്ടെ. ആമേൻ. തലമുറ ഉണ്ടാകട്ടെ. എല്ലാ വന്ധ്യതയും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ശാസിക്കുന്നു. അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ. കർത്താവേ, ഈ പകൽക്കാലം അത്ഭുതം ചെയ്തിരിക്കുന്നതിന് നന്ദി. നിന്റെ കുഞ്ഞുങ്ങളെ മാനിക്കണം, ഞങ്ങളോട് സംസാരിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ കൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചു പെരുകുമാറാകട്ടെ. പ്രത്യേകിച്ച് നാളെ സഭായോഗമുള്ളവർ ഇന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയും ചെയ്യേണ്ട ദിവസമാണ് സഭായോഗത്തിന് വേണ്ടി. അപ്പോൾ സഭായോഗത്തിന് വേണ്ടി ഒരുങ്ങി ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നിശ്ചയമായിട്ടും കർത്താവ് നമ്മളെ നിറയ്ക്കുക തന്നെ ചെയ്യും കേട്ടോ. കർത്താവ് അതിനുവേണ്ടി നിങ്ങളെ ഈ പകൽക്കാലവും ഈ രാത്രിക്കാലവും ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സംരക്ഷിക്കട്ടെ. അവൻ ഒരു സന്തോഷ വർത്താനമാണ് ഇത് പറയാനുള്ളത്. സങ്കീർത്തനങ്ങൾ 30:5 ഇങ്ങനെ പറയുന്നു, യഹോവയുടെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ. ഹല്ലേലൂയ. കർത്താവിന്റെ കോപം ഫോർ ഹിസ് ആങ്കർ ഈസ് ബട്ട് ഫോർ എ മൂമെന്റ്. അവന്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ, ഒരു നിമിഷത്തേക്കേ ഉള്ളൂ. അവൻ അതാണ് കർത്താവിന്റെ പ്രത്യേകത. എന്നാൽ അവന്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. കർത്താവിന്റെ പ്രസാദം എന്നുവരെയുള്ളതാ, ജീവിതകാലം മുഴുവനുള്ളതാ. ബട്ട് ഹിസ് ഫേവർ ഈസ് ഫോർ എ ലൈഫ് ടൈം ഓർ ഇൻ ഹിസ് ഫേവർ ഈസ് ലൈഫ്. അപ്പൊ അവന്റെ ജീവിതം തന്നെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം തന്നെ അവന്റെ കൃപയിലും കരുണയിലും നിറഞ്ഞിരിക്കുക. അപ്പൊ ആദ്യമേ ഇന്ന് പകൽക്കാലം നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ കർത്താവിന്റെ കോപം അല്പസമയത്തേക്കേ ഉള്ളൂ. കാരണം കർത്താവിന് എന്നും നമ്മളോട് കോപിച്ചിരിക്കാൻ പറ്റത്തില്ല. കർത്താവിന് നമ്മളോട് സ്നേഹമാണ് പ്രിയപ്പെട്ടവരെ. നമ്മളോടുള്ള ഇത് ഇന്ന് നിങ്ങൾ പകൽക്കാലം പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് കർത്താവിന് നമ്മളോട് സ്നേഹമാണെന്നുള്ള കാര്യം മനസ്സിലാക്കണം. കർത്താവിന് നമ്മളോട് സ്നേഹമാണ്. കാരണം അവന് നമ്മളോട് കോപിച്ചിരിക്കാൻ പറ്റത്തില്ല. അതിന് ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞ ഉദാഹരണം ഇതാണ്. നമ്മൾ കുഞ്ഞുങ്ങളെ വഴക്ക് പറയാറുണ്ട്, കുഞ്ഞുങ്ങൾക്ക് നല്ല അടിവെച്ച് കൊടുക്കാറുണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴും അവരോടങ്ങ് പിണങ്ങിയിരിക്കുകയാണോ? അവർ തെറ്റ് കാണിച്ചപ്പം നമുക്ക് ദേഷ്യം വന്നപ്പം നമ്മൾ അവരെ വഴക്ക് പറഞ്ഞു, അവർക്കൊരു വടിയെടുത്ത് അവർക്കൊരു അടി കൊടുത്തു. പക്ഷെ ഇതിന് ശേഷം നമ്മുടെ മനസ്സിൽ നിന്ന് പെട്ടെന്ന് തന്നെ അതങ്ങ് മാറുക. എന്നിട്ട് നമ്മൾ അവരോട് ചോറുണ്ട് കുഞ്ഞെ, കാപ്പി കുടിക്കടാ, പാല് കുടിക്കടാ എന്ന് പറഞ്ഞ് നമ്മൾ അവരുടെ പുറകെ കൂടുക. കാരണം എന്നാ? അവർ നമ്മുടെ മക്കളായതുകൊണ്ട്. അവർ നമ്മുടെ മക്കളായതുകൊണ്ട് നമുക്ക് അവരോട് സ്നേഹമാണ്. കാരണം നമ്മൾ അവരുടെ അപ്പനോ അല്ലെങ്കിൽ നമ്മൾ അവരുടെ അമ്മയോ ആയതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ വിഷമിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ ആഗ്രഹമില്ല, അവർ വിശന്നിരിക്കുന്നത് കാണാൻ ആഗ്രഹമില്ല. കാരണം നമുക്ക് അവരോടുള്ള സ്നേഹമാണ്. അതുകൊണ്ട് നമുക്ക് അവരോടുള്ള കോപം എത്ര നേരത്തേക്കുണ്ട്? അല്പസമയത്തേക്കേ ഉള്ളൂ. എന്നാൽ അവരോടുള്ള സ്നേഹമോ എന്നേക്കും ഉള്ളതാണ്. അതുപോലെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പിതാവും, അവൻ സ്വർഗീയ പിതാവ്. അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, മനുഷ്യരായ നമ്മൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്വർഗീയ പിതാവിന് നമ്മളോടുള്ള സ്നേഹം എന്നേക്കുമുള്ളതാണ്. അവൻ റോമാലേഖനത്തിൽ ഇന്നലെ നമ്മൾ വായിച്ചു. അതായത് നമ്മൾ ബലഹീനരായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി യേശുക്രിസ്തു മരിക്കുകയാൽ നമ്മളോടുള്ള ദൈവത്തിന്റെ സ്നേഹത്തെ പ്രദർശിപ്പിക്കുകയാണ് ചെയ്ത്. നമ്മളോട് കർത്താവിന്റെ സ്നേഹം എന്ത് ചെയ്തു? അവിടെ പ്രദർശിപ്പിച്ചു. എങ്ങനെ? ക്രൂശിൽ യേശുവിനെ നമുക്ക് വേണ്ടി യാഗമാക്കുവാൻ തീരുമാനമായി, അല്ലെങ്കിൽ യാഗമാക്കി. ആ നീചമരണം, ഹീനമരണം, അതിദാരുണമായ മരണം, അതിവേദനാജനകമായ മരണം എനിക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും നാം ബലഹീനരായിരിക്കുമ്പോൾ, നാം അഭക്തരായിരിക്കുമ്പോൾ, നാം പാപികളായിരിക്കുമ്പോൾ തന്നെ യേശു ക്രിസ്തു തന്റെ ശരീരത്തിൽ ഏറ്റെടുത്തു. എന്നായിരുന്നു പിതാവ് പ്രദർശിപ്പിച്ചത്? പിതാവ് പ്രദർശിപ്പിച്ചത് എന്നോടുള്ള സ്നേഹം, നിങ്ങളോടുള്ള സ്നേഹം. ആ സ്നേഹത്തിന് പകരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ നമ്മളോട് സ്നേഹമാണെന്നുള്ള തെളിവാണ് ക്രൂശിലെ മരണം എന്ന് പറയുന്നത്. പിതാവിന് നമ്മളോടുള്ള സ്നേഹത്തിന്റെ പ്രതിഫലനം അല്ലെങ്കിൽ പ്രകാശനമാണ്, അല്ലെങ്കിൽ പ്രദർശനമാണ് ക്രൂശിലെ മരണം. അപ്പൊ ആ ക്രൂശിൽ നമ്മളോട് അത്രയും വലിയ സ്നേഹം പ്രദർശിപ്പിച്ച് നമ്മളോടുള്ള സ്നേഹത്തെ വെളിപ്പെടുത്തിയ പിതാവിന് നമ്മളോട് എന്നേക്കും പിണങ്ങിയിരിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. എന്നേക്കും നമ്മളെ തള്ളിക്കളയാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ക്ഷണനേരത്തേക്കേ ഉള്ളൂ.
അല്പസമയത്തേക്കേ ഉള്ളൂ, ബാലശിക്ഷയാണ്. പക്ഷേ അവന്റെ സ്നേഹമോ അവന്റെ ഫേവറോ അവന്റെ അനുഗ്രഹമോ ഇന്നും എന്നേക്കുമുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം നിങ്ങൾ തിരിച്ചറിയണം, ദൈവത്തിന് നമ്മളോട് സ്നേഹം നമ്മൾ ഇന്ന് മനസ്സിലാക്കണം. അത് വലുതാണ്. അബ്രഹാമിനോട് കർത്താവ് പറഞ്ഞു, അബ്രഹാം ആകെ നിരാശപ്പെട്ടിരിക്കുക, മക്കളൊന്നുമില്ല, വിഷമിച്ചിരിക്കുമ്പോൾ അബ്രഹാമിന്റെ ദർശനത്തിൽ 15-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറഞ്ഞു, അബ്രഹാമേ, നീ ഭയപ്പെടേണ്ട. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മളോടും പറയുന്നു, നിങ്ങൾ ആ പ്രശ്നം കണ്ടോ, ആ സാഹചര്യം കണ്ടോ, അല്ലെങ്കിൽ അത് ഇവരും പറയുന്നത് കേട്ടു, ഒന്നും നിങ്ങൾ ഭയപ്പെടേണ്ട. എന്റെ ഫേവർ നിങ്ങളുടെ മേൽ ജീവിതകാലം മുഴുവനുണ്ട്. വിലാപങ്ങളുടെ പുസ്തകം പറഞ്ഞത് അതെന്നും രാവിലെ പുതിയതായി വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ ഇന്ന് പകൽക്കാലം ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങളെ ഭാരപ്പെടുത്തുന്ന പലതും കേട്ടിട്ടിരിക്കുക, വായിച്ചിട്ടിരിക്കുക, കണ്ടിട്ടിരിക്കുക, കണ്ടുകൊണ്ടിരിക്കുക. എന്നാൽ നിങ്ങൾ ഇന്ന് കർത്താവിന്റെ ക്രൂശിലേക്ക് നോക്കുകയും സ്വന്തം പുത്രനെ ആദരിക്കാതെ എനിക്കും നിങ്ങൾക്ക് വേണ്ടി തന്നവൻ അവനോടുകൂടെ സകലതും തരാതിരിക്കുമോ? അബ്രഹാമിനോട് പറഞ്ഞ കർത്താവ് ഇന്ന് പ്രഭാതി കുഞ്ഞെ നിന്നോടും പറയുന്നു, അപ്പച്ച അമ്മച്ചിയോടും അപ്പച്ചനോടും പറയുന്നു, അങ്കിളെ ആന്റിയോടും അങ്കിളിനോടും പറയുന്നു, എന്താ? ഭയപ്പെടേണ്ട, ഐ വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. ഞാനത് കൈകാര്യം ചെയ്തോളാം, ഞാനത് മാനേജ് ചെയ്തോളാം എന്ന് കർത്താവ് നമ്മളോട് പറയുക. എന്നിട്ട് പറയാം, ഞാൻ നിനക്ക് ചുറ്റും പരിചയ, നിന്റെ അതിമഹത്തായ പ്രതിഫലമാണ്. കർത്താവ് ഇങ്ങോട്ട് നോക്കി, നിങ്ങൾ ഭയപ്പെടുന്ന ഏത് വിഷയത്തിന്റെ മുമ്പിൽ ഒരു കാര്യം മനസ്സിലാക്കണം, അത് നിങ്ങളോട് അടുത്ത് വരാതിരിക്കാൻ കർത്താവ് നിങ്ങൾക്ക് ചുറ്റും പരിചയം. കർത്താവ് നിങ്ങൾക്ക് ചുറ്റും പരിചയം. ഇതൊന്ന് വിശ്വസിച്ച്, കർത്താവ് നിങ്ങൾക്ക് ചുറ്റും പരിചയം. ഇത് അവന്റെ ഫേവർ എന്ന് പറയുന്നത്. ഒരനർത്ഥവും ഭവിക്കാതെ, ഒരു ബാധയും നിങ്ങളുടെ കൂടാരത്തിന് അടുത്ത് വരാൻ അനുവദിക്കാതെ കർത്താവ് എന്ത് ചെയ്തിരിക്കുക? അവൻ തന്നെ നമുക്ക് ചുറ്റും പരിചയമായി നിൽക്കുക. ഇതെല്ലാം കാരണം എന്നാണെന്നറിയുമോ? ക്രൂശിൽ നമ്മളോട് കാണിച്ച സ്നേഹമാണ്. യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണമാണ് ഈ അനുഗ്രഹത്തിനൊക്കെ കാരണം. അപ്പം നമ്മളോടുള്ള ഫേവർ ഒരു നിമിഷത്തേക്കിനല്ല. നമ്മൾ കുഞ്ഞുങ്ങളെ വഴക്ക് പറഞ്ഞു, നമ്മൾ കുഞ്ഞുങ്ങളെ അടിച്ചു, എങ്കിലും അവന് ആ ദേഷ്യം വന്നിരിക്കുന്ന സമയത്ത് തന്നെ അവനൊരു ഡേഞ്ചർ സിറ്റുവേഷനായാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ പ്രൊട്ടക്ട് ചെയ്യും, നമ്മൾ ചാടി പിടിക്കും, നമ്മൾ ചേർത്ത് പിടിക്കും, നമ്മൾ മാറോട് ചേർത്ത് പിടിക്കും. ഇത് തന്നെയാ പ്രിയപ്പെട്ടവരെ, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് അവൻ എത്രയധികം നല്ലത് കൊടുക്കും, പരിശുദ്ധാത്മാവിനെ കൊടുക്കും. പല കാര്യങ്ങളും അവിടെ പറയുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം വിളിച്ചു പറ, എന്റെ ദൈവത്തിന്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ, എന്നാൽ എന്നോടുള്ള ദൈവത്തിന്റെ പ്രസാദമോ അത് ജീവപര്യന്തമുള്ളത്, ജീവിതകാലം മുഴുവനും നടത്തും. അവൻ നരയോളം ഞാൻ ചുമയ്ക്കും. അതുകൊണ്ട് ധൈര്യമായിട്ടിരുന്നാണ് കർത്താവ് കൈപിടിച്ച് നടത്തും. അവൻ നമുക്ക് പരിചയം, അവൻ നമുക്ക് മറവിടമാണ്, അവൻ നമുക്ക് ആശ്വാസമാണ്. ആ ക്രൂശിലെ സ്നേഹം ഓർത്താൽ മതി. നമ്മളോടുള്ള സ്നേഹം വലുതാ പ്രിയപ്പെട്ടവരെ. ആ സ്നേഹം ആരെങ്കിലും അനുഭവിക്കാൻ തുടങ്ങിയാൽ, ആ സ്നേഹം ആരെങ്കിലും തിരിച്ചറിയാൻ തുടങ്ങിയാൽ അവർക്ക് ഒരു പേടിയും ഉണ്ടാകത്തില്ല, അവർക്ക് ഇൻസെക്യൂരിറ്റി ഉണ്ടാകത്തില്ല, അവർക്ക് ഭയമുണ്ടാകത്തില്ല. അവർ ധൈര്യത്തോടെ പറയും, എന്റെ കർത്താവ് എനിക്ക് പരിചയം, എന്റെ കർത്താവ് എനിക്ക് മറവിടമാണ്, അവൻ എന്നെ ഒരു നാളും കൈവിടുകയില്ല. അത് തിരിച്ചറിയണം, അത് വിശ്വസിക്കണം. എബ്രായ ലേഖനത്തിൽ പറഞ്ഞതുപോലെ, ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല. ആമേൻ. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാൻ കഴിയും എന്ന് നമുക്ക് ധൈര്യമായിട്ട് നമ്മളോട് തന്നെ പറയാം. അത് ഇന്ന് പകൽക്കാലം പറയണം. ആമേൻ. യഹോവ എന്റെ പരിചയം, എന്നോടുള്ള സ്നേഹം വലുതാ. ക്രൂശിലെ സ്നേഹമാണ് എന്നോട് കാണിച്ചത്. എന്നോടുള്ള സ്നേഹത്തിന്റെ തെളിവാ ക്രൂശിലെ യാഗമെന്ന് പറയുന്നത്. ആ സ്നേഹമുള്ള കർത്താവ് നമ്മളെ ഒരിക്കലും കൈവിടുകയില്ല, ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. ഇന്ന് പകൽക്കാലം മനസ്സിലാക്കുക, യഹോവ നമുക്ക് പരിചയ, യഹോവ നമ്മുടെ പ്രതിഫലമാ. അവൻ നമ്മളോട് പറയുന്നു, ഭയപ്പെടേണ്ട. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ധൈര്യമായിട്ട് മുന്നിറക്കി. അവന്റെ കോപം എത്ര നേരത്തേക്കേ ഉള്ളൂ? ക്ഷണനേരത്തേക്കേ ഉള്ളൂ. അവന്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളൂ. എന്നിട്ട് പറയാം, സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷസിലോ ആനന്ദഘോഷം വരും. ജീവിതത്തിൽ രാത്രിയുടെ അനുഭവങ്ങൾ, അല്ലെങ്കിൽ വഴിയറിയാൻ മേലാതെ ഇരുട്ടിന്റെ അനുഭവങ്ങളിലൊക്കെ പോവാ, എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേല. പക്ഷേ അത് അല്പസമയത്തേക്കേ ഉള്ളൂ. എപ്പോഴും രാത്രിയല്ല, ആ രാത്രി മാറും, ഉഷസ് വരികയാണ്. പലരുടെയും ജീവിതത്തിൽ യേശുവിന്റെ നാമത്തിൽ ആ ഉഷസിന്റെ അനുഭവം വരികയാണ്. വഴി കാണിച്ചു തരിക, വാതിലുകൾ തുറന്നു തരിക, പ്രകാശം വന്നു കയറുക. ആ ഇരുട്ടിന്റെ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറുക. ഉഷസിന്റെ അനുഭവങ്ങളിലേക്ക് യേശുവിന്റെ നാമത്തിൽ അനേകർ ഇന്ന് പകൽക്കാലം കൈപിടിച്ച് കയറ്റപ്പെടുന്നതിനായി സ്തോത്രം. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒന്നുകൂടെ മനസ്സിലാക്കുകയെ, കർത്താവിന്റെ കോപം എത്ര നേരത്തേക്കുണ്ട്? ക്ഷണനേരത്തേക്ക്. അവന്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. കേട്ടോ? അതുകൊണ്ട് നിങ്ങൾ ഇന്ന് പകൽക്കാലം അടുത്തൊരു ലെവലിലേക്ക് കർത്താവ് നിങ്ങളെ കൊണ്ടുപോവുക. ധൈര്യമായിട്ട് യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വസിപ്പ്, ആ സ്നേഹം അറിഞ്ഞ് ജീവിക്കും. കേട്ടോ? കർത്താവ് അനുഗ്രഹിക്കട്ടെ. വി ആർ ഷൈനിങ് ബൈ ദ പവർ ഓഫ് ഹോളി സ്പിരിറ്റ്. ഗോഡ് ബ്ലസ് യു.